ആ ഒരു കാര്യം കൂടി, അതായത് നമ്മൾ ഈ പാർട്ടികളിൽ അല്ലെങ്കിൽ നമ്മൾ ഈ പുറത്തോട്ട് ഒരു ക്രൗഡഡ് ഏരിയയിൽ നമ്മൾ പോവുകയാണ്. അപ്പം നമ്മൾ ഈ തിരിച്ച് വന്നു കഴിയുമ്പോൾ ചിലവർക്ക് ഈ ഭയങ്കര ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ടാവും. ചിലപ്പോൾ ബോഡി പെയിൻ ആയിരിക്കാം. നമ്മൾ റെഗുലറായിട്ട് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾക്ക് നമുക്ക് തടസ്സങ്ങൾ വരുന്നുണ്ട്. അത് ഈ കണ്ണേറാണോ അതോ എന്തിൻ്റെ കാരണം കൊണ്ടാവാം? അത് ഉറപ്പായിട്ടും കണ്ണേറാണ്. കാരണം നിങ്ങൾ പാർട്ടിക്ക് പോകുമ്പോൾ നിങ്ങൾ ഏറ്റവും നല്ല മികച്ച ഡ്രസ്സായിരിക്കും ധരിക്കുക, ഏറ്റവും മികച്ച ചെരുപ്പായിരിക്കും ഇടുക, മേക്കപ്പ് ചെയ്യുന്നു, ആഭരണങ്ങൾ ധരിക്കുന്നു. അപ്പോൾ ഇത് എല്ലാവരുടെ ഉള്ളിലും ഈ ജലസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എനർജി വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളെങ്ങനെ പോകുമ്പോൾ ചിലപ്പോൾ നമ്മളായിരിക്കും ഏറ്റവും ബെസ്റ്റായിട്ട് അവിടെ ഡ്രസ്സ് ചെയ്ത് ചെന്നിട്ടുണ്ടാകുക, നമ്മളെക്കാളും മോശമായിട്ടുള്ള ഡ്രസ്സിലായിരിക്കും മറ്റൊരു ഇരിക്കുക. ഇനി അല്ലെങ്കിൽ തന്നെയും മറ്റുള്ളവർക്ക് നമ്മളെ കാണുമ്പോൾ തോന്നുകയാണ്, ഓ ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണല്ലോ, അല്ലെങ്കിൽ അവരുടെ ഡ്രസ്സ് എവിടെ നിന്ന്, അങ്ങനെ അവരുടെ ശ്രദ്ധ മുഴുവൻ വരുന്നത് മറ്റുള്ള ആൾക്കാരിലാണ്. അതാണ് കണ്ണീർ. അവൻ്റെ ആ നെഗറ്റീവായ എനർജി നമ്മുടെ ഓറയിൽ വന്നിരിക്കുന്നു. ഇത് മിക്കവരും ഉള്ളതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിൽ നിങ്ങളൊരു ഫോട്ടോ ഇട്ട് നോക്കും. ഇത് കുറേ പേര് ഫേസ്ബുക്കിൽ നിന്നൊക്കെ ഇറങ്ങിപ്പോയി ഇപ്പോൾ ഈ ഒരു പ്രശ്നം കാരണം. നമ്മൾ കളർഫുള്ളായിട്ടുള്ള ഫോട്ടോകളൊക്കെ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ അവിടെ വെക്കുന്നു ഇവിടെ വെക്കുന്നു എന്നൊക്കെ ആൾക്കാർ ഫേസ്ബുക്കിൽ ഇടുന്ന കാണാറുണ്ട്. ആ ഇട്ട ആ ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ നമ്മുടെ എനർജി ഡ്രെയിൻ ആയിപ്പോവും. അത്രയും അധികം ആളുകളാണ് നമ്മളുടെ അടുത്തേക്ക് അസുഖമായിട്ട് നോക്കുന്നത്. അതൊരു ഭയങ്കര എനർജിയാണ്, നമുക്ക് താങ്ങാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് അറിയും, വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഈ ഉപ്പിട്ടിട്ട് കുളിക്കാന്നുള്ള വെള്ളത്തിൽ കുളിക്കാൻ ഞാൻ പറഞ്ഞു. വേണമെങ്കിൽ സ്വല്പം മഞ്ഞപ്പൊടി കൂടി അത് ആഡ് ചെയ്യാൻ വേണേ കൂടുതൽ. പിന്നെ എന്നിട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ ഒരു ഫയർ റിച്വൽ ചെയ്യാം. എന്താണെന്നറിയോ ഫയർ റിച്വൽ? ഒരു പേപ്പറിനകത്ത് കുറച്ച് കല്ലുപ്പ്, ഒരു ചുവന്ന മുളക്, കുറച്ച് മഞ്ഞപ്പൊടി, കുറച്ച് കടുക്, വേണമെങ്കിൽ കർപ്പൂരം വെക്കാം. ഇത് നമ്മളിങ്ങനെ കയ്യിൽ പിടിക്കുക പേപ്പറിൽ. എന്നിട്ട് ഇങ്ങനെ നമ്മളൊരു 7 പ്രാവശ്യം ക്ലോക്ക് വൈസും 7 പ്രാവശ്യം ആൻറ്റി ക്ലോക്ക് വൈസും ഒഴിയാം. നമുക്ക് തന്നെ സ്വയം ചെയ്യാം. അല്ല, ഒരാളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ അതാണ് നല്ലത്. ഞാൻ ഒറ്റയ്ക്ക് ഉള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ ഒഴിഞ്ഞ് കത്തിക്കാം, ഒരാൾ നിവൃത്തിയിലേക്ക് അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ വേറെ ആളോട് പറയാൻ ചെയ്യാൻ പറയും, അതൊക്കെ കുറച്ച് നല്ലത്. ഇല്ലെങ്കിൽ നമുക്ക് തന്നെ ചെയ്യാം. എന്നിട്ട് ഈ ഫയർ നമ്മൾ ഉണ്ടാക്കുന്ന വീടിന് വെളിയിലാണ്. വെളിയിൽ ഒരു ഫയർ ഉണ്ടാക്കി വെക്കണം ആദ്യം, അതിന് മുമ്പ് തന്നെ കെട്ടുപോകാത്ത ഫയർ. ആ ഫയറിലേക്ക് കൊണ്ടുവന്ന് സാധനം സമർപ്പിക്കാം. അത് ആളിയാണ് കത്തിയാണ് പോകും. അപ്പം ആ നിമിഷം തന്നെ നിങ്ങളുടെ ആ ഒരു ദൃഷ്ടി, ആ ഒരു സാധനം നമ്മളിങ്ങനെ ഒരു ബനിയനെ ഇങ്ങനെ ഊരെടുക്കൂലേ, അതേ ഫീലിംഗ് ആയിരിക്കും.